പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. വിശ്വാസവും അവിശ്വാസവും, അതായത് ഫെയ്ത്ത് ആൻഡ് അൺബിലീഫ്. ഫെയ്ത്ത് അതായത് വിശ്വാസം, ഇത് ആത്മാവിലുള്ളതാണ്, അതായത് ദൈവത്തിൽ നിന്നുള്ളതാണ്. അവിശ്വാസമോ അത് ജഡത്തിൽ നിന്നുള്ളതാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയയിൽ കൂടി കാണുന്നത്, കേൾക്കുന്നത്, തൊടുന്നത്, രുചിക്കുന്നത്, പിന്നെ അങ്ങനത്തെ 5 സംഭവങ്ങളിൽ കൂടി വരുന്നതാണത്. രണ്ടും രണ്ടാണത്. പക്ഷെ ഒരു മനുഷ്യൻ ഇത് രണ്ടും ഒരേ സമയത്ത് തന്നെ കാണാൻ പറ്റും. അത് വിശ്വാസം ഉണ്ടാവും, അവിശ്വാസം ഉണ്ടാവും. ഒരു എക്സാമ്പിളാണ് ഇതിനെപ്പറ്റി ബൈബിൾ കൊടുത്തിട്ടുള്ളത്, വളരെ വ്യക്തമായിട്ട് കൊടുത്തതാണ്. ക്രിസ്തുവും അവൻ്റെ 3 അനുയായികളും, യോഹന്നാൻ, പത്രോസ്, യാക്കോബ്, ഇവർ 3 പേരും ഒരു മലമുകളിൽ പോയിട്ട് ക്രിസ്തുവിൻ്റെ രൂപാന്തരം കാണുകയാണ് ചെയ്യുന്നത്. ആ കഴിഞ്ഞിട്ട് ഇത് ഇറങ്ങി വരുന്ന സമയത്ത് അവർ കാണുകയാണ് ഒരു ബാലൻ അവൻ്റെ മുഖത്തിൽ നിന്ന് ഉര വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് അവൻ്റെ ബാക്കി 9 ശിഷ്യന്മാരും ശ്രമിച്ചു, പക്ഷെ പോകുന്നില്ല. ഇത് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 23-24 കാണുന്നത്. അപ്പോൾ അവൻ, ഈ കുട്ടിയുടെ പിതാവ് പറയാണ്, നിന്റെ ശിഷ്യന്മാർക്ക് ഇത് പുറത്ത് പോകാൻ പറ്റുന്നില്ല, നിനക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചത്. അപ്പം ഇതിന് ഉത്തരമായിട്ട് ക്രിസ്തു പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് പറയാണ്. മാർക്കോസ് 9:23 പറയാണ്, വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യം. അപ്പോൾ ആ കുട്ടീൻ്റെ പിതാവ് പറയാണ് മാർക്കോസ് 9:24, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തെ മാറ്റിത്തരണമേ എന്ന് പറഞ്ഞു. അപ്പം ഈ പിതാവില് വിശ്വാസമുണ്ട്, അവിശ്വാസമുണ്ട്. ഇവിടെയാണ് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സംഗതി തന്നെ ബാക്കി 2 സുവിശേഷത്തിലും കൊടുത്തിട്ടുണ്ട്, മത്തായിലും കൊടുത്തിട്ടുണ്ട്, ലൂക്കോസിലും കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നിയത് മാർക്കോസിലാണ്. അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് വിശ്വാസം വേണം. പക്ഷെ വചനപ്രകാരം പറയുകയാണെങ്കിൽ വിശ്വാസം ഒരു പ്രശ്നമല്ല. ഒരാൾ രണ്ടാമതും ജനിച്ചതാണെങ്കിൽ വിശ്വാസം ഒരു പ്രശ്നമല്ല. വിശ്വാസം ഒരു കടുകുമണി മാത്രം മതി. നമ്മൾ റോമാലേഖത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 3-ാം വചനപ്രകാരം അവിടെ നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട സമയത്ത് നമുക്ക് വിശ്വാസം ദൈവം തന്നിട്ടുണ്ട്. അത് ഒരേ അളവിലാണ് തന്നിട്ടുള്ളത്. അതായത് അവിടെ പാർഷ്യാലിറ്റി ഇല്ല. ഒരാൾക്ക് കുറച്ച് കൊടുത്തു, ഒരാൾക്ക് കൂടുതൽ കൊടുത്തു, അങ്ങനെയല്ല. ക്രിസ്തുവിൻ്റെ വിശ്വാസം നമുക്ക് തന്നിട്ടുണ്ട്. അതേ വിശ്വാസം, ക്രിസ്തുവിന് എത്ര വിശ്വാസം ഉണ്ടോ അത് നമുക്കും തന്നിട്ടുണ്ട്. ഈ വിശ്വാസം എന്നുള്ളത് നമ്മൾ രണ്ടാം ജനിച്ച സമയത്ത്, ഒരു പുതിയ മനുഷ്യൻ നമ്മൾ ഉള്ളിൽ വന്ന സമയത്ത്, അതായത് നമ്മളെ ആത്മാവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആത്മാവിൻ്റെ ഫലങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കൊടുത്തിരിക്കുകയാണ് സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, പരോപകാരം, വിശ്വസ്തത, സമയം, ഇന്ദ്രിയജയം, അത് ഫെയ്ത്ത്. അപ്പോൾ ഫെയ്ത്ത്, അതായത് ഇത് നമ്മുടെ ആത്മാവിൻ്റെ ഫലങ്ങളിൽ 9 ഫലങ്ങളിൽ ഒന്നും കൊടുത്താണ് ഫെയ്ത്ത്. അപ്പോൾ ഈ ആത്മാവിൻ്റെ ഫലത്ത് നമ്മൾക്ക് വിശ്വാസമുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് നമ്മൾ ആത്മാവിലാണുള്ളത്, നമ്മൾ ഉള്ളിലുള്ള മനുഷ്യനിലാണുള്ളത്. അവിശ്വാസം ഞാൻ പറഞ്ഞ മാതിരി അത് പുറത്തുള്ള മനുഷ്യനിലാണുള്ളത്. ലോകത്തിൽ കൂടി നടക്കുമ്പോൾ നമ്മുടെ
പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി നമുക്ക് വരുന്നതാണ് വിശ്വാസം. അപ്പം നമ്മൾ പറയാറുണ്ട്, പ്രത്യേകിച്ചൊരു സോങ് ഉണ്ട്, അതായത് ആ സോങ് അനുസരിച്ച് എന്താ പറയാറുള്ളത്, എൻ്റെ വിശ്വാസം കൂട്ടിത്തരണേ എന്ന്. അപ്പം കൂട്ടിത്തരാൻ പറ്റില്ല ദൈവത്തിന്, കാരണം നമുക്ക് ക്രിസ്തുവിനുള്ളത് മുഴുവൻ നമുക്ക് തന്നതാണ്. പക്ഷേ വിശ്വാസം കൂട്ടി വരാൻ വേണ്ടിയിട്ട് റോമാലേഖനത്തിൻ്റെ 10:17 പറയുന്നത്, വചനം കേൾക്കുക, വചനത്തിൽ കൂടി സംസാരിക്കുക, അങ്ങനെയാണെങ്കിൽ വിശ്വാസം കൂടും. ഹിയറിംഗ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്, ആൻഡ് അതാണ് പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി മാത്രമേ നമ്മൾ വിശ്വാസം കൂടുന്നുള്ളൂ. കാരണം ദൈവവചനം എന്ന് പറയുന്നത് ദൈവം തന്നെയാണല്ലോ, ക്രിസ്തു തന്നെയാണല്ലോ. അപ്പം അതിൽ കൂടി വിശ്വാസം കൂടും, അല്ലാതെ ദൈവത്തിന് കൂട്ടിത്തരാനൊന്നും പറ്റില്ല. കാരണം കൂട്ടിത്തരേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാം കടുകമണിയിൽ മാത്രം വിശ്വാസം ഉണ്ടായാൽ മതി എന്ന് നാം പറയുന്നത്. അത് വളരെ ക്ലിയർ ആയിട്ട് പ്രത്യേകിച്ചും ലൂക്കോസ് 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എല്ലാ വിശ്വാസം പ്രവർത്തിക്കാനാണ് പറയുന്നത്. ഒരു വിത്തിനെപ്പോലെ അത് ഉപയോഗിക്കാനാണ് പറയുന്നത്. അപ്പം ഈ പിതാവ് പറയാണ്, ഞാൻ നിന്നെ പറയുന്നത് വിശ്വസിക്കുന്നു, പക്ഷെ എൻ്റെ അവിശ്വാസം മാറ്റണം. അപ്പോൾ ക്രിസ്തു പറയാണ്, ഈ അവിശ്വാസം മാറണമെങ്കിൽ ഇത് ഉപവാസത്തിലും പ്രാർത്ഥനയിൽ കൂടി മാറ്റാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മിക്കവാറും ഇത് ഒരു റോങ് ഇൻ്റർപ്രിറ്റേഷനിൽ കൂടിയാണ് സംസാരിക്കുന്നത്. നിന്റെ ക്രിസ്തു ഇത് പറയുന്നത്, അവന് ഭൂതങ്ങൾ ഇളങ്ങണമെങ്കിൽ പ്രയറും ഫാസ്റ്റിംഗ് വേണം. അങ്ങനെയല്ല പറയുന്നത്. സൂക്ഷ്മമായിട്ട് വായിക്കാനും പറ്റും. ഭൂതങ്ങൾ ഇറങ്ങാനല്ല പ്രയറും ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അവിശ്വാസം മാറ്റി കിട്ടാനുള്ളതാണ്. അതിനാണ് പ്രയറും ഫാസ്റ്റിംഗ്. നമ്മൾ ഈ പ്രയറും ഫാസ്റ്റിങ്ങും ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ഫാസ്റ്റിങ്ങിൽ കൂടി നമ്മൾ ശരീരത്തിന് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവന് ആവശ്യമുള്ളത് കൊടുക്കുന്നില്ല, ഭക്ഷണം കൊടുക്കുന്നില്ല, വെള്ളം കൊടുക്കുന്നില്ല. അപ്പം ആ ശരീരത്തിൻ്റെ ശക്തി കുറയുകയാണ് ചെയ്യുന്നത്. പ്രയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിനോട് ആത്മാവിലാണ് പറയുന്നത്, നമ്മൾ വചനത്തിൽ കൂടി നടക്കുകയാണ് ചെയ്യുന്നത്. ഗലാത്യർ 5:16 പറഞ്ഞ പോലെ, വാക്ക് ഇൻ ദ സ്പിരിറ്റ് വിൽ നോട്ട് ഫുൾഫിൽ ദ ഡിസയർ ഓഫ് ഫ്ലഷ്. അതായത് ആത്മാവിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ ആസക്തികൾ ആവശ്യമുണ്ടാവില്ല, അത് നിനക്ക് ത്യജിക്കാൻ പറ്റും. അപ്പം ഇതിനു വേണ്ടിയിട്ടാണ് പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലാതെ പിശാചിനെ പോക്കാൻ വേണ്ടിയിട്ട് പ്രയർ ആൻഡ് ഫാസ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല. അത് നമ്മൾ വചനത്തിൽ കൂടി മാറ്റുള്ളൂ. ആ വചനത്തിലുള്ള വിശ്വാസത്തെ അത് നമ്മുടെ ഭൗതിക ലോകത്തിലേക്ക് വരുന്നതിനാണ്. അതിനാണ് നമ്മുടെ ഫെയ്ത്ത്. അതിൻ്റെ താക്കോല് വിശ്വാസം മാത്രം. അപ്പോൾ നമ്മുടെ ഓൾറെഡി ഉള്ള ഫെയ്ത്ത്, അതായത് ഉള്ളിലുള്ള ക്രിസ്തുവിലുള്ള ഫെയ്ത്ത് നമ്മുടെ ഭൗതിക ലോകത്തിലേക്ക് വരണമെങ്കിൽ നമുക്ക് അതിനാണ് ഫെയ്ത്ത് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൻ്റെ 11:6 പറയുന്നത്, വിശ്വാസം കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം നമ്മളെ അവിശ്വാസത്തെ മാറ്റിയിട്ട് നമ്മൾ ഫെയ്ത്തിൽ, അതായത് വിശ്വാസത്തിൽ കൂടെ ഇരിക്കുക, ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുക. നമ്മൾ ആത്മീയ വിശ്വാസത്തിൽ, ഉള്ള വിശ്വാസത്തിൽ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുക. ഒരു സർവൻറ്റിനെ പോലെ ആ ഫെയ്ത്ത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുക. ഫെയ്ത്ത് ഒരിക്കലും ഒരു പ്രോബ്ലം അല്ല, നമ്മൾ ഉള്ളിലുണ്ട്, അത് നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഭൂതങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റും. കാരണം നമ്മൾ വെറും ആ സമയത്ത് ആത്മാവിലാണ് പ്രവർത്തിക്കുന്നത്, ശരീരത്തിലല്ല. അപ്പോൾ നമ്മൾ വചനത്തിൽ കൂടി സംസാരിക്കുകയാണ്. അതിനോട് പറയുകയാണ്, നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. മത്തായി സുവിശേഷത്തിൻ്റെ 10:1-2 വചനങ്ങൾ, 1-2-8 വചനങ്ങൾ. ലൂക്കോസിൻ്റെ 9-ാം അധ്യായത്തിൽ 1 എഴുതിയിട്ടുണ്ട്, 2 എഴുതിയിട്ടുണ്ട്, 9-ാമിലല്ല 10-ാം അധ്യായത്തിൽ 1-2, അതുമാതിരി 10-19 എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ പിശാചിനെ മാറ്റാൻ പറ്റും. നമ്മൾ വചനത്തിൽ കൂടി മാത്രമേ ഉള്ളൂ. പിശാചെന്ന് പറയണം, കാരണം നമുക്ക് അധികാരമുണ്ട്. ആ അധികാരം നമുക്ക് തന്നുള്ള ക്രിസ്തു, നമ്മൾ ഉള്ളിലുള്ള ക്രിസ്തുവിൻ്റെ ശക്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
അതാണ് ആത്മാവിൽ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പിശാചിനെ നമുക്ക് പുറത്തു വയ്ക്കാൻ പറ്റും. അതാണ് ക്രിസ്തു അവരിൽ ചെയ്തിട്ടുള്ളത്. ആ കുട്ടി ശരിയായി, ആ കുട്ടി എല്ലാ അസുഖങ്ങളും മാറി വളരെ സംതൃപ്തനായിട്ടാണ് പിതാവ് അവിടുന്ന് പോകുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.